സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട തിരുനാൾ എന്ന് നാം വിളിക്കുന്നത് ഈസ്റ്ററിനെയാണ്, ഉയർപ്പ് തിരുനാളിനെയാണ്. മറ്റെല്ലാ തിരുനാളുകളും ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ഉയർപ്പിൻ്റെ സന്ദേശമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് സുവിശേഷ വായനയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ്. രണ്ടാമത്തേത് ഈ തിരുക്കർമ്മങ്ങൾക്കിടെ നടക്കുന്ന സമാധാന ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. ആ കർമ്മത്തെ പറ്റിയാണ്. ആദ്യത്തേത് സുവിശേഷ വായന. ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള പാതിരാ കുർബാനയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടത്തുന്ന ഉയർപ്പ് കർമ്മങ്ങൾ നടത്തുന്ന കുർബാനയ്ക്ക് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. 26-ാമത്തെ അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, മഗ്ദലേന കല്ലറയിലേക്ക് ചെല്ലുന്നു, വലിയൊരു ഭൂകമ്പം ഉണ്ടാവുന്നു, ഒരു ദൂതൻ വന്ന് കല്ലറയുടെ വാതിൽക്കുള്ള കല്ല് എടുത്തു മാറ്റുന്നു. ഇവർ കല്ലറയിൽ നോക്കുമ്പോൾ ഈശോയുടെ ശരീരമില്ല. ദൂതൻ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എനിക്കറിയാൻ, അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം മഗ്ദലേനയും കൂട്ടരും ശിഷ്യന്മാരെ അറിയിക്കുന്നു. അവരത് കണ്ട് ബോധ്യപ്പെടും. രണ്ടാമത്തേത് പ്രഭാത കുർബാനയ്ക്കുള്ള വായനയാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്, 20-ാമത്തെ അധ്യായത്തിൽ നിന്ന്. അവിടെ വായിക്കുന്നത്, ഉരുവെളുപ്പിനവിടെ ചെല്ലുന്നു, ദൂതൻ അവരെ കാണുന്നു. ദൂതൻ കല്ലുരുട്ടി മാറ്റിയ ഭാഗത്തുകൂടി ഇവർ നോക്കുന്നു. യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്നവർ മനസ്സിലാക്കുന്നു. ഉടനെ ഓടി ശിഷ്യന്മാരെ അറിയിക്കുന്നു. പത്രോസ്, യോഹന്നാൻ ഓടി വരുന്നു. അവരും നോക്കുന്നു, യേശുവിൻ്റെ ശരീരം കാണുന്നില്ല. ഈ രണ്ട് വായനകളിലും, അതുപോലെ മറ്റു രണ്ട് സുവിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോയുടെ ശരീരം കല്ലറയിൽ ഇല്ലായിരുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടു, കല്ലറ ശൂന്യമായിരുന്നു. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊറിന്ത്യർ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, ഈശോ മരിച്ചവൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, അർത്ഥശൂന്യമാണ്. ഞങ്ങൾ സത്യത്തിന് കപട സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് തീരും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഈശോയുടെ ശൂന്യമായ കല്ലറയും ഈശോയുടെ ഉയർപ്പുമാണ് ക്രൈസ്തവ വിശ്വാസികളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. അക്കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തിരുനാൾ, ഉയർപ്പ് തിരുനാൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തിരുനാളിൻ്റെ കർമ്മങ്ങളോടനുബന്ധിച്ച് സുവിശേഷ വായനയും ഉയർപ്പിൻ്റെ കർമ്മങ്ങളും കഴിഞ്ഞ് എല്ലാവരും സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ നിൽക്കുന്നു. അവിടെ വെച്ചൊരു കർമ്മം നടത്തുന്നുണ്ട്. ആ കർമ്മത്തിൻ്റെ പേര് സമാധാന ശുശ്രൂഷ എന്നാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സമാധാനത്തിന് വേണ്ടിയുള്ള സങ്കീർത്തനം, സ്തുതിഗീതം. ഒടുവിൽ എല്ലാവരും പരസ്പരം സമാധാനാശം, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആ യേശുവിൻ്റെ സമാധാനം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരൻ പറയുന്നു, അങ്ങയോടും കൂടെ ആ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സമാധാനമാണ് യേശു കൊണ്ടുവന്നതെങ്കിൽ, അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ കഥകടച്ച് മുറിയിലിരിക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു. ആ സമാധാനത്തിൻ്റെ ദൂതരാണ് നമ്മളെല്ലാവരും. പക്ഷേ ജെറമ്യ പറഞ്ഞൊരു കാര്യം അവിടെ ഓർക്കുക. ജെറമ്യ പറഞ്ഞു, സമാധാനം ഇല്ലാതിരിക്കെ എല്ലാവരും സമാധാനം സമാധാനം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് എല്ലാവരും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെയാണ് സമാധാനം? ഇവിടെ നമ്മുടെ പിതാക്കന്മാർ, മാർപ്പാപ്പന്മാർ പറഞ്ഞ ഒന്നിൻ്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തും. എപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്? സമാധാനത്തിൻ്റെ ശുശ്രൂഷ പള്ളിയിൽ നടത്തിയ സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. എത്ര തന്നെ സെമിനാറുകളും ആഘോഷങ്ങളും നടത്തിയാലും പ്രസംഗങ്ങൾ നടത്തിയാലും സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? 1963 ജോൺ 23-ാം മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതി, ലോകത്തിൽ സമാധാനം. അതിൽ അദ്ദേഹം എഴുതി, എവിടെയാണ് സമാധാനം ഉണ്ടാകുക? നീതി നടപ്പിലാക്കുന്നിടത്താണ് സമാധാനം ഉണ്ടാകുക. മനുഷ്യരുടെ അവകാശങ്ങൾ സംസ്ഥാപിതമാക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ. 4 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലശേഷം പോൾ 6 മാർപ്പാപ്പ 1967
ലോക സമാധാന ദിനം പ്രഖ്യാപിച്ചത് ജനുവരി 1-ാം തീയതി. ഒന്നാമത്തെ ലോക സമാധാന ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1967 ജനുവരി 1-ാം തീയതി. അന്ന് അദ്ദേഹം പ്രസ്താവിച്ച മുദ്രാവാക്യം നീതിയിലൂടെ സമാധാനം. നീതി സംസ്ഥാപിക്കപ്പെടാതെ സമാധാനം ഉണ്ടാകില്ല. പിന്നീട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സമാധാനത്തെ പറ്റി പറഞ്ഞപ്പോൾ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യം ആദരിക്കപ്പെടുമ്പോൾ, നീതി സംസ്ഥാപിതമാകുമ്പോൾ മാത്രമേ ലോകത്തിൽ സമാധാനം ഉണ്ടാകൂ. മറ്റൊരു ഭാഷയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാര്യം പറഞ്ഞത്. ലോകത്തിൽ സമാധാനവും സന്തോഷവും വേണമെങ്കിൽ നിന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാനായിട്ട് പഠിക്കുക. നീയും കൂടി ഇല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അവിടെ മാത്രമേ സമാധാനം ഉണ്ടാകൂ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇടവകയിലും രൂപതയിലും രാജ്യത്തുമൊക്കെ ഉണ്ടാകണമെങ്കിൽ നീതി നിഷേധിക്കാൻ പാടില്ല, സത്യത്തെ തമസ്കരിക്കാൻ പാടില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് സമാധാനം ഉണ്ടാകുക. അപ്പോൾ ഈ ഈസ്റ്റർ ഒരു സമാധാനത്തിൻ്റെ ഈസ്റ്ററായിട്ട് തീരണമെങ്കിൽ, സന്തോഷത്തിൻ്റെ, ശാശ്വതമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈസ്റ്ററായിട്ട് തീരണമെങ്കിൽ, അഷ്ടസൗഭാഗ്യങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നവരെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെയൊക്കെ ധാരണ മാമോദിസ സ്വീകരിച്ചാൽ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് ശരിയാണ്, തത്വത്തിൽ അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥ ദൈവപുത്രരായി തീരണമെങ്കിൽ നമ്മൾ സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് തീരണം. സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് തീരണമെങ്കിൽ നീതി പാലിക്കണം, സത്യം പറയണം, സഹോദരനെ ചേർത്ത് പിടിക്കണം. അങ്ങനെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഒരു ഈസ്റ്ററായി തീരട്ടെ ഈ 2025 ഈസ്റ്റർ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു.